എടാ വിഷ്ണു, നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമല്ലോ ഉണ്ടോ? അത് തന്നെയാണോ എനിക്കും പറയാനുള്ളത്. നമ്മൾ വൈകിട്ട് കിടന്നുറങ്ങും, രണ്ടെണ്ണം അടിച്ച് നേരം വെളുത്ത് എണീക്കുകയും ചെയ്യും, ഒരു പണിക്കും പോവുകയില്ല, ഇങ്ങനെ വെറുതെ വന്നിങ്ങനെ ഇരിക്കും. ആർക്കും ഒരു പ്രയോജനവും. എന്തെങ്കിലുമൊക്കെ പരിപാടി സെറ്റാക്കണമെന്ന് നോക്കിയിട്ട് നടക്കുന്നില്ലേ? എടാ ഞാൻ ചെറുതായിട്ടെങ്കിലും പിന്നെ ഇടയ്ക്ക് പണിക്കും വേലക്കൊക്കെ പോകുന്നുണ്ട്. നിൻ്റെയും മറ്റേ പറഞ്ഞ കാര്യം അങ്ങനെയാണോ? 2 ദിവസമായിട്ട് ഇപ്പം അവരെ കാണുന്നില്ല. വല്ല പണിയോ വേല വല്ലതും കിട്ടിയോ വല്ല അറിയാമോ? എന്നിട്ട് ചേട്ടനിപ്പോൾ പണിക്കൊന്നും പോകുന്നില്ലല്ലോ, കുറച്ചു നാളായിട്ട് ഞങ്ങളോടൊപ്പം തന്നെയല്ലേ. എന്നിട്ടാ ഡയലോഗ് പറയുന്നത്. എടാ ഞാൻ നിങ്ങളോടത്ത് കൂടിയതേ, നിങ്ങൾ ഈ മൊബൈലിനകത്ത് ഈ സിനിമ ഒക്കെ കാണുകയല്ലേ, എനിക്കത് പെട്ടെന്ന് എടുക്കാൻ അറിയത്തില്ല. അപ്പം ഇതെങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടി ഞാൻ കൂടിയത്. എന്ത് സിനിമ? എന്നാ സിനിമ? ഒന്നും അറിയാത്ത പോലെ. എടാ മറ്റേ സിനിമ ഇല്ലടാ, എന്നെ ഈ കഴിഞ്ഞ ദിവസം വിശാഖ ഒരു സിനിമ കാണിച്ചു, നല്ല ഇടിവിട്ട് പടം. അതൊക്കെ ഒന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ്, അതാ ഈ പറഞ്ഞത്. ഏത് നമ്മുടെ പാപ്പം വിശാഖോ? എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോടാ, അത് പറയേണ്ടതായിരുന്നല്ലോ. അതെ, നിന്നെ കാണിക്കാതിരിക്കായിരിക്കും നല്ലതെന്നായിരിക്കും മിക്കവാറും കരുതിയത്. എടാ വിഷ്ണു, എടാ ഈ പ്രായത്തിലേ നിങ്ങളെക്കാൾ ഞാൻ അല്പം കൂടുതലാണെങ്കിൽ ഞാൻ ചോദിക്കും, എടാ നിങ്ങൾ എങ്ങനെയാടാ ഈ പിള്ളേരെ സെറ്റാക്കുന്നത്? എനിക്കൊന്ന് സെറ്റാക്കി താടാ. പിന്നെ അണ്ണൻ്റെ പറച്ചിൽ കേട്ടോ വന്ന് ഞാനിവിടെ ലൈൻ സെറ്റാക്കി കൊടുക്കുകയാണ്. എൻ്റെ പൊണ്ണെണ്ണ ഞാൻ തന്നെ ഇത് ഒരു തരത്തിലാണ് സെറ്റാക്കുന്നത്. അതിൻ്റെ പാട് എനിക്കറിയാം. വിഷ്ണുട്ടോ, ജൂനിയർ പിള്ളേർ ഇവിടെ ഒക്കെ ഉണ്ടേ, ഞങ്ങൾക്കും കൂടെ ഏതെങ്കിലും ഒരെണ്ണത്തിന് സെറ്റാക്കി തരാം. പോടാ പോടാ, വീട്ടിൽ പോടാ, പിള്ളേർ വന്നേക്കുന്നു. വിഷ്ണുവേ, എന്നാടാ അണ്ണനുമായിട്ട്? പുള്ളി നമ്മുടെ കൂട്ടിയോ? ബെസ്റ്റ് ആളാ. പിന്നെ സുനിയാന്നല്ല നമുക്ക് കോളനിക്കാർക്ക് എന്താ ആവശ്യമാണോ ഉള്ളത്? പുള്ളി പുലിയല്ലടാ. മോനെ രാജേഷേ, ഇനി നമ്മളെ കൊണ്ട് പുളിയെ കൊണ്ട് പൊളിക്കും. വിഷ്ണു, നമ്മുടെ പിള്ളേരൊക്കെ എന്തിനാ ഒറ്റൊരുത്തനെ വിളിച്ചിട്ട് കിട്ടുന്നത്? ഇവന്മാരൊക്കെ എവിടെ പോയി കിടക്കും? പിന്നെ നമ്മുടെ കാരണവന്മാർ നമുക്ക് പേരിട്ടുണ്ട് കേട്ടോ. എന്ത് പേരാടാ രാജേഷേ? വല്ല ഊച്ചാളിപ്പേരും ആയിരിക്കും. കലിങ്ക് ബോയ്സ് എങ്ങനെയുണ്ട്? കൊള്ളാം, പറ്റിയ പേര്. ദേ അണ്ണാന്ന് വിളിച്ച് നാക്കൊണ്ടുണ്ടല്ലോ, അക്ഷരം മാറ്റി വിളിപ്പിക്കല്ലേ. ആ ഞാൻ പറഞ്ഞേക്കാം. വിഷ്ണു, ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാം. നീ ആ ജോസിയുടെ മുകളിലെ പുറകെയുള്ള നടത്തം നിർത്തിക്കണം. ഞാനും തടീനും ആരും കാണില്ല കൂടെ. പിന്നെ പുള്ളിയുടെ സ്വഭാവം അറിയാമല്ലോ, ഇച്ചിരി പെശക ആൾ. അറിയാമല്ലോ, എന്തിനും മടിക്കാത്ത ആൾ. സൂക്ഷിക്കണം. പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യമില്ല. പേടിയാണ് ഒരുത്തനും വരണ്ടടാ. എനിക്ക് അവളെ ഇഷ്ടമാണ്, ഞാൻ അവളെ കൊണ്ടുപോകും. ഒരുത്തനും വരണ്ട, എനിക്കറിയാം ഡീൽ ചെയ്യാൻ. നീ ആരാടാ? വാഴക്കകത്ത് ഹാഷറോ? മോനെ വേണ്ട വേണ്ട കേട്ടോ, അവൻ്റെ ഒരു മാസ് ഡയലോഗും. എടാ വിഷ്ണു, നീ വിഷമിക്കണ്ട. നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അത് നമ്മൾ സെറ്റാക്കിയിരിക്കും. പിന്നെ ഞാൻ മാത്രമല്ല, നമ്മുടെ ഈ കോളനിയിലുള്ള ആൾക്കാർ മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. നമ്മളെപ്പോലെ ഈ പാവപ്പെട്ടവർ ജീവിക്കുന്നിടത്താണ് ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളത്. നമ്മളുടെ ഇടയിലാണ് യഥാർത്ഥ ജീവിതമുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയൊരു അവസരം കൂടിയാണ്. ഇനിയിപ്പോൾ നാളെ ഈ പറഞ്ഞ രാജേഷിന് ഇവന് ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഒറ്റക്കെട്ടാണ് അവൻ്റെ കൂടെ തന്നെ നിൽക്കും. അത് നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു കയ്യൊപ്പല്ലടാ. അതുകൊണ്ട് ഈ വിഷയം ഓർത്ത് നീ വിഷമിക്കണ്ട. പിന്നെ കേട്ടിടത്തോളം അയാൾ അല്പം വില്ലനാണ്. പിന്നെ സുനിയാണോ ഇല്ലടാ എല്ലാത്തിനും.